3S ക്രിയേഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഏറെ പ്രാധാന്യമുള്ള രണ്ട് സോഫ്റ്റ്വെയറാണ് ഓട്ടോകാഡും 3ds മാക്സും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓട്ടോകാഡിൽ വരച്ച ഒരു ഡബിൾ സ്റ്റോറി പ്ലാനും അതിൻ്റെ എലിവേഷനുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 915 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്ലാനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു പ്ലാനും എലിവേഷനും ഓട്ടോകാഡിൽ നിന്നും 3ds മാക്സിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോകാഡിൻ്റെ ഒരു പേജാണ്. അതിനകത്ത് നമ്മൾ ഞാൻ വരച്ചിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോർ പ്ലാനും സെക്കൻഡ് ഫ്ലോർ പ്ലാനുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ എലിവേഷനും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളിതിനെ എലിവേഷനിലെ കളർ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് 3ds മാക്സിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ സെലക്ഷനിൽ കിടക്കും. അതുകൊണ്ട് നമുക്ക് എലിവേഷൻ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു കളർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് പ്ലാനും, അതായത് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോർ പ്ലാനും സെലക്ട് ചെയ്ത് അതിനും ഒരു കളർ കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ പ്ലാനും സെലക്ട് ചെയ്ത് കളർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടിനും രണ്ട് കളറിൽ വേണം നമ്മൾ 3ds മാക്സിലോട്ട് കൊണ്ടുപോകാൻ. ഇങ്ങനെ സെപ്പറേറ്റ് കളറിനാക്കിയ ശേഷം നമ്മൾ ഈ ഒരു പേജിനെ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്ന് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം സേവ് ആക്കിയിട്ടുണ്ട്. ശ്രീകൃഷ്ണം എന്ന് പറഞ്ഞ പേരിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഫയൽ നെയിം കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കൊടുക്കുന്നത് 3D വർക്ക് എന്നും പറഞ്ഞാണ് ഞാനൊരു ഫയൽ നെയിം കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫയൽ ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞ് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിനകത്ത് നമുക്ക് രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓട്ടോകാഡ് 2000 DXF, അതുപോലെ ഓട്ടോകാഡ് 2000 ഡ്രോയിങ്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ആക്കിയിരിക്കുന്നത് ഓട്ടോകാഡ് 2000 ഡ്രോയിങ്ങിലോട്ടാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ 3ds മാക്സ് ഓപ്പൺ ചെയ്തിട്ടൊരു പേജാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മൾ ഫയലിൽ പോയിട്ട് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം എടുക്കാനായിട്ട്. ഇമ്പോർട്ട് അതിനകത്ത് തന്നെ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടിരിക്കുന്ന ഫോൾഡറിനകത്തുനിന്ന്, ഇപ്പോൾ ഞാൻ ഡിയിൽ ശ്രീകൃഷ്ണം എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തുനിന്ന് ഇപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെയാണ് അതാ സേവ് ചെയ്തിരിക്കുന്ന ഓരോ പേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് നിന്നാണ് 3D വർക്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 3D വർക്ക് ഓപ്പൺ ചെയ്യുക, നേരെ ഓപ്പൺ കൊടുക്കുക. അതിനകത്ത് നമുക്കിപ്പം ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കൊരു പേജ് വരും. ആ പേജിനകത്ത് ഇൻകമ്മിങ് ഫയൽ യൂണിറ്റ് എന്നുള്ളത് നമ്മൾക്കിപ്പം ഓൾറെഡി ചിലർക്ക് മില്ലിമീറ്ററിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്. നമ്മളത് സെൻറ്റിമീറ്ററിലോട്ടാക്കുക. അതിനുശേഷം തൊട്ട് താഴെ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ആക്കി കൊടുക്കുക. അതായത് ഡിറൈവ് ഓട്ടോകാഡ് പ്രിമിറ്റീവ് ബൈ എന്നുള്ളത് കളറാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്കത് ഇതുപോലൊരു പേജ് വരും. നമ്മൾ ആ സേവ് ചെയ്തത് 3ds മാക്സിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എലിവേഷനും പ്ലാനും രണ്ടും രണ്ട് കളറിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോകാഡിൽ നിന്ന് 3ds മാക്സിലോട്ട് ഒരു വർക്കിനെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.